ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്താണ് നമ്മളൊരു സ്റ്റേക്കേഷന് പോവാണ്. അധികം ദൂരമൊന്നുമില്ല, നമ്മുടെ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ അടിച്ചു പൊളിക്കാനാണ് പോകുന്നത്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, 30 മിനിറ്റ്സ് ഉള്ള വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് പിന്നെ കുറച്ച് പേരെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഒരു ഹായ് പറയൂ എല്ലാവരും. ഒരു ഹായ്. എന്റെ ക്യാമറ ബേബി ഇവിടെ ഇവിടെ അവൾക്ക് ക്യാമറ ഉണ്ട്, വലിയ ദിവസം പഞ്ഞുണ്ടോ. അപ്പോൾ യെസ് ഗായ്സ്, നമ്മളുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഇത് കരുവന്നൂരുള്ള റിവർ 44 എന്ന് പറഞ്ഞ ഹോം സ്റ്റേ ആണ്. നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണിത്. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിരുന്നു, ബട്ട് അത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ വളരെ നല്ലൊരു, അവിടെ ചെന്നപ്പോൾ നല്ലൊരു സറൗണ്ടിങ്സ് ഉള്ള നല്ല കാമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുമ്പോഴുള്ള ലിവിങ് റൂമും കം ഡൈനിങ്. പിന്നെ ഇത് കിച്ചണാണ്. കിച്ചൺ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്മോൾ കിച്ചൺ, അത്രയൊക്കെ വേണ്ടൂ. അപ്പോൾ അത് നന്നായിട്ടുണ്ട്. പിന്നെ ഇത് അവിടുത്തെ താഴെയുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ്, ഗ്രൗണ്ട് ഫ്ലോറിലത്തെ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. പുറത്തേക്ക് നോക്കിയാൽ നല്ല വ്യൂ ഉണ്ട്. വ്യൂ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. സോ ഇതാണ് അവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലോട്ട് പോകാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം താഴെയുള്ള. ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു ടോട്ടൽ 5 ബെഡ്റൂംസ് ആണുള്ളത്. ഒരു 10-20 പേർക്കൊക്കെ ഈസിലി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ലിവിങ് റൂമിൽ നിന്ന് നേരെ ഒരു ബാൽക്കണി പോലെ ഉണ്ട്. അവിടെ നിന്ന് നേരെ ഒരു എന്താ പറയുക, ഒരു ഏറുമാടം പോലെ ഒരു സംഭവം ഉണ്ട്. അവിടെ ഇരുന്ന് പറയാനൊക്കെ പറ്റിയ സ്പേസാണ്. ഹായ് പറ. ഇതാണ് കമണ്ടൽ. ഋഷിമാരുടെ എന്തോ അതാണോ ഇത്? കമണ്ടലും. ഇതാണ് കമണ്ടലും. ഹായ് പറയൂ എല്ലാരും, ഹായ് പറയൂ. ഇങ്ങനെ ഇങ്ങോട്ട് ചാടണ്ടല്ലേ വെറുതെ ചാടണം. അത് പക്ഷെ ഇങ്ങോട്ട് ചാടേ. ഇവിടെ എന്തായിരുന്നു ഇത്? ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ ഇത് അവിടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു പാർട്ടി ഹാളാണ്. അത്യാവശ്യം ചെറിയ പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ ഒരു ഹാളാണിത്. ഫുഡ് കഴിക്കാനും ഒക്കെ അവിടെ തന്നെയാണ് സൗകര്യം. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലോട്ട് പോയാലോ? ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം.
അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പൂളിലേക്കുള്ളൊരു എൻട്രി എക്സിറ്റും ഉണ്ട് അവിടെ. ദെൻ ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. അവിടെ ലിവിങ് റൂം കം ഡൈനിങ് ആണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസാണ്. പിന്നെ ഇവിടെ നിന്നും ഒരു ബാൽക്കണി ഉണ്ട് പുറത്തോട്ട്. അവിടെ ഒരു റിക്ലൈനറൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഇതാണ് തേർഡ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ ഇതാണ് പുറത്തേക്കുള്ള നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. നല്ലൊരു വ്യൂ ഉള്ള, നല്ല തണലും കുറേ മരങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. സോ നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ഫോർത്ത് ബെഡ്റൂം. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത റൂം. ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. കണ്ടോ, അപ്പുറത്തന്നെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതാ ഇതുണ്ടോ പുഴ, നല്ല വ്യൂ ആണ്. രാവിലെയൊക്കെ നല്ല രസമാണ് ഇവിടെ. അടിപൊളി വ്യൂ ഉള്ള ഒരു റൂമാണിത്. അപ്പം ഞാനത് തന്നെ എടുത്തു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോപ്പർട്ടി. അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഇതാണ് അവിടുത്തെ ഫിഫ്ത്ത് ബെഡ്റൂം. ഇതൊരു ചെറിയ റൂമാണ്. ഒരു സിംഗിൾ കോട്ടൊക്കെ ഉള്ളൂ. അത്യാവശ്യം രണ്ടാൾക്കൊക്കെ കിടക്കാം. പിന്നെ ഇത് നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് പുറത്തേക്കുള്ളൊരു ബാൽക്കണിയാണ്. അവിടെ ഒരു റിക്ലൈനറൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലം. രാവിലെയൊക്കെ ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. ഒരാളിവിടെ പൂളി വീണ് മുങ്ങിപ്പോയി. അതിൽ പിന്നെ ആൾക്ക് ഭയങ്കര പേടിയാണ് പൂളിലിറങ്ങി. അതുകൊണ്ട് സൈഡിലിരുന്ന് കാഴ്ചകൾ കാണുകയാണ്. പിള്ളേരൊക്കെ ആദ്യം തന്നെ പൂളിക്ക് ചാടി. അവർ പൂളിക്ക് ചാടാൻ മുട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ ഫുൾ എൻജോയ്മെൻറ്റിലാണ്. അതിനുശേഷം പിന്നെ നമ്മളും പൂളിലേക്ക് ഇറങ്ങി. പിന്നെ നമ്മുടേതായിട്ടുള്ള പൂളിലെ കസരത്തുകൾ കാണാം. എന്താ ലൈറ്റ്സ് आगे
അങ്ങനെ നമ്മുടെ പൂളിലെ ആർമാദം കഴിഞ്ഞു. അന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. അപ്പം ഞങ്ങളത് അവിടെ വെച്ച് ആഘോഷിച്ചു. അങ്ങനെ ഈ ട്രിപ്പിൻ്റെ മാൻഡേറ്ററി പാർട്ടായിട്ടുള്ള ഡപ്പാങ്കൂത്ത് പാട്ട് വെച്ചിട്ടുള്ള ഡാൻസ് കളി, അതും ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു ആ രാത്രി. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയി ഗൈസ്, നമ്മൾ പോകാനുള്ള ദിവസമാണിന്ന്. സോ ഇതാണ്, ഞാനൊരു 7 മണിക്ക് ആയിട്ടുണ്ട് എണീക്കുമ്പോൾ. ഇതാണ് മോർണിംഗിലെ നമ്മുടെ വ്യൂ, ബാൽക്കണി എന്നുള്ള വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ. സോ ഞങ്ങൾ രാവിലെ തന്നെ കിച്ചണിൽ കയറി ഒരു ചായ കുടിക്കുക എന്നുള്ള ആഗ്രഹത്തിൽ ചായ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കി. അപ്പോൾ ആ സമയത്ത് അവർ ഫുഡ് മേടിക്കാനായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ട് അടുത്ത ട്രിപ്പിനുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അടുത്തതിന് എങ്ങോട്ട് പോകണം, എത്ര ദിവസം വേണം. ഒരു ട്രിപ്പ് പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു രസം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പോകാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടാവും. ആ ഒരു ത്വരയിലാണ് ഇരിക്കുന്നത്. പിള്ളേരൊക്കെ പൂളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്, എപ്പോൾ ചാടാൻ പറ്റുമെന്നുള്ള ലെവലിൽ. അപ്പോൾ ഫുഡ് വന്നു. നമ്മൾ ഫുഡ് മസാല ദോശ, ഗീ റോസ്റ്റ് അതൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചു. വീണ്ടും കുറച്ച് നേരം നമുക്കുള്ളത് കൊണ്ട് പൂളിലോട്ട് ചാടി കുറച്ച് നേരം ഒന്നുകൂടെ എൻജോയ് ചെയ്തു. അവിടെ പൂള് കണ്ടാൽ ഒരു പ്രാന്തിയെപ്പോലെ ഞാൻ അവിടെ കിടന്ന് ആർമാദിക്കും. അതാണ് എൻ്റെ ഒരു സ്വഭാവം. നീന്താനൊന്നും അറിയില്ലെങ്കിലും ആർമാദത്തിനൊരു കുറവുമില്ല. എനിക്ക് കുളിച്ച് റെഡിയാവാൻ കുറച്ചധികം നേരം വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പൂളിൽ നിന്ന് കയറി. ബാക്കി എല്ലാവരും ഇപ്പോഴും അവിടെ കിടന്ന് ആർമാദിക്കുകയാണ്. ഞാൻ കുളിച്ച് റെഡിയായി, മോളെയും റെഡിയാക്കി. അങ്ങനെ കുറേ കഴിഞ്ഞ് അവരും ഇറങ്ങി, അവരും കുളിച്ച് റെഡിയായി. ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലാണ് ഗൈസ്. വിഷമത്തോടെയാണ് പോകുന്നത്, പക്ഷെ ഒരുപാട് നല്ല മെമ്മറീസ് നമുക്ക് ആ ഒരു ദിവസം കൊണ്ട് കിട്ടിയിരുന്നു. അത്രയും ഹാപ്പിനെസ് മനസ്സ് നിറഞ്ഞിട്ടാണ് ആ ഒരു റിസോർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം. അതുവരേക്കും ബൈ ബൈ.